പ്രിയമുള്ളവർ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു ഓമന ആൻറ്റി. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഒരാളെയും കൂടെ കൈ പിടിച്ച്, കൈത്താങ്ങൽ കൊടുത്ത്, കരം പിടിച്ച് അവരെ ഒന്ന് നേരെ നിർത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഈ വീഡിയോ ഒന്ന് കാണണേ. ഇത് കണ്ടോ? നിങ്ങൾക്ക് ഈ വീട് കണ്ടാൽ ഓർമ്മ വരും. 2 മാസമായി ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട്. ഇത് കണ്ടോ? ഇത് കണ്ടോ? നമുക്ക് ഇവിടെ അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ഇത് ജപ്തി ചെയ്തു പോയ ഒരു വീടാണ്. ജപ്തി ചെയ്തിട്ട് ഇത് മുഴുവൻ പൊടിയായിരുന്നു. ഇതിനകത്ത് ടൈൽസ് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. കണ്ടോ? ഇത് കണ്ടോ? നമ്മൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു, ജപ്തി ചെയ്ത് വീട് ജപ്തി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് കണ്ടോ? ഇതെല്ലാം ഒട്ടിച്ച് ഈ വീട് താക്കോല് ബാങ്കുകാരിട്ട് പൂട്ടി മുദ്ര വെച്ച് ഈ ആൻറ്റിയൊക്കെ 2000 രൂപയ്ക്ക് പോയി താമസിക്കുകയായിരുന്നു വേറെ. അങ്ങനെ വീട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ഈ വീടിന്, അപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അകത്ത് കയറാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീട് ബാങ്ക് മുദ്ര വെച്ചിട്ട് ഇവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. എനിക്കൊന്നും കയറാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അവിടെ വന്ന് പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് പോവുകയായിരുന്നു. അന്ന് വീട് പ്ലാസ്റ്റിക് ആയിരുന്നു ഇട്ടിരുന്നത്. കണ്ടോ? ഇത് ഫുള്ള് ടൈൽസ് ഇടാൻ ദൈവം കൃപ നൽകി. ഇവിടെ നേരത്തെ ഇട്ടായിരുന്നു അല്ലേ? ആ ഒരു റൂം മാത്രം നേരത്തെ ഇട്ടിരിക്കുകയായിരുന്നു. ബാക്കി ഇതെല്ലാം കണ്ടോ? ഇതെല്ലാം ടൈൽസ് ഇട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ക്യാൻസർ രോഗിയാണ്, ക്യാൻസർ രോഗിയായിരിക്കുന്ന ആൻറ്റി. ആ റൂം ഇട്ടിട്ടില്ലല്ലോ. ആ റൂം ഇട്ടിട്ടില്ല. ആ ഒരു റൂം ഇടാറുണ്ട്. അതിവിടെ ഇങ്ങനെ ബാഗ് കെട്ടിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വിസർജ്യം പോകാൻ വേണ്ടിയിട്ട് വയറ്റത്ത് കുടൽ കട്ട് ചെയ്തിട്ട് ബാഗ് വെച്ചിരിക്കുകയാണ്. ഇതിനുശേഷം അവരുടെ പാസ്റ്റർ ഈ വീട് ഇത്രത്തോളം ദൈവം സഹായിച്ച് അവർക്ക് തിരിച്ചു കൊടുത്തപ്പോൾ, പാസ്റ്ററും സഭയും ചെറിയ സഭയാണ്, കുറച്ച് പേരേ ഉള്ളൂ, അവർ കൊടുത്താണ് ഈ ഒരു ബോർഡ് ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്നുള്ളത്. ഇനി നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് ആൻറ്റിക്ക് കിട്ടിയിരിക്കുന്ന പൈസ, നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം കിട്ടിയിരിക്കുന്ന പൈസ 3,93,177 രൂപ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു 5000 രൂപ അയച്ചു കൊടുത്തോടെ കൂടിയാണ് അത്രയും പൈസ ഇവർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നിട്ടില്ല. അതും വേറൊരു പ്രശ്നമാണ്. കാരണം വലിയൊരു ഭീമമായൊരു എമൗണ്ട് ആയിരുന്നു ഇവർക്ക് 6,40,000 രൂപ. ഒരു 3 ലക്ഷം രൂപ അടച്ചു. പക്ഷെ വീണ്ടും അത് കടമെടുത്ത് അടച്ചതാണ്. അപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ട് ഈ വീട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ. മൊത്തം 11 ലക്ഷം രൂപയുണ്ട് കടം. 11.30. അതിനകത്ത് നമുക്ക് ലഭിച്ച പൈസ ഇത്രയാണ്. അന്ന് ആ സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടത് 3 ലക്ഷം രൂപയാണ്. 3 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ആൻറ്റിക്ക് ഈ വീട്ടിനകത്ത് കയറി താമസിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനൊരു സാഹചര്യം. അപ്പോൾ 3,93,000 രൂപ അയച്ചു കൊടുത്തു. പക്ഷെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. കാരണം ആൻറ്റിക്ക് ഇനി സ്കാൻ ചെയ്യാനുണ്ട്, അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇനി ക്യാൻസറിൻ്റെ ചികിത്സാ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇനി നടക്കാനുണ്ട്. എങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ ഈ വീട്, പ്രിയമുള്ളവരെ, ആൻറ്റി കരഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, കരയുകയായിരുന്നു. കാരണം ഈ വീട് പോയി പാസ്റ്റർ, ഇനി പാസ്റ്റർ വരണ്ട. കാരണം ഞാൻ വരാൻ അല്പം താമസിച്ചായിരുന്നു. ഇനി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി കരഞ്ഞു. ഞാൻ പറഞ്ഞ, ആൻറ്റി ധൈര്യത്തോടിരിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ഞാൻ വരാം. കാരണം എനിക്ക് ഒത്തിരി കോളുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ളവരുടെയാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത്. അത്യാവശ്യമായിരുന്നെങ്കിൽ എനിക്ക് തക്ക സമയത്തൊന്നും വരാൻ പറ്റിയില്ല. എങ്കിൽ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ആൻറ്റി സംസാരിക്കും. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഏറ്റവും പ്രശ്നമായിരിക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ആൻറ്റിക്ക് ഈ രോഗമായതുകൊണ്ട് പൊടിയടിക്കാൻ പറ്റില്ലായിരുന്നു. ആൻറ്റിക്ക് പൊടിയടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ ക്യാൻസറിൻ്റെ എപ്പോഴും ക്യാൻസറിൻ്റെ അസുഖമുള്ളതുകൊണ്ട്
പൊടിയടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ആൻറ്റിക്കുള്ളത്. പക്ഷെ ആൻറ്റിയൊക്കെ അന്ന് താമസിച്ചത്, ജപ്തിക്ക് മുമ്പ് ഇവിടെ താമസിച്ചത് ഒരു പ്ലാസ്റ്റിക് ഇട്ടിട്ട് മുഴുവൻ പൊടി പിടിച്ച് കിടന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം കേട്ടോ. ഓക്കെ, പഴയ വീഡിയോ നമ്മൾ നോക്കുമ്പോൾ അറിയാം. ആൻറ്റി ഇനി തുടർന്ന് സംസാരിക്കും. ഞാൻ ഓമന ജോൺസൺ. എൻ്റെ വീട് ജനുവരി 2026 ജനുവരിയിൽ ICC ബാങ്കുകാർ ജപ്തി ചെയ്ത് ഞങ്ങൾ അടുത്തുള്ളൊരു വാടക വീട്ടിലോട്ട് മാറി. എന്നാലും ഞാൻ ക്യാൻസർ രോഗത്താൽ ആയിരുന്നു. എൻ്റെ ഭർത്താവും ശ്വാസകോശത്തിൽ വെള്ളം കെട്ടുന്ന രോഗത്താലായിരുന്നപ്പോൾ തുടർന്നുള്ള ലോണ് തുക അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ഞങ്ങൾ അപ്പം ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുകയും ഞങ്ങൾ വേറെ വീട്ടിലോട്ട് മാറി താമസിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ വളരെയധികം ഞങ്ങൾ ഭാരപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ട് ഈ ഉണ്ടാക്കിയ വീട് ഞങ്ങൾക്ക് നഷ്ടമാകുമല്ലോ. ആ കയറി താമസിച്ച വീട് ഞങ്ങൾക്ക് വാസയോഗ്യമല്ലായിരുന്നു. ഞാൻ രോഗിയായതുകൊണ്ട് അടുത്ത വീട്ടിൽ ഒരു 6 മൃഗങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ചാണകത്തിൻ്റെ മണമൊക്കെ അടിച്ച് ഞാൻ മാസ്ക് വെച്ചുകൊണ്ടാണ് അപ്പോൾ ആ വീട്ടിൽ ഞാൻ താമസിച്ചത്. ഒരുപാട് ഞാൻ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു, ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നാൽ പള്ളിക്കുന്ന് സജി പാസ്റ്ററെ ഞാൻ പല പ്രാവശ്യം വിളിച്ചു. എന്നാൽ അവസാന സ്റ്റേജിൽ അത് ബാങ്കുകാർ ലേലത്തിന് ഇടുമെന്നുള്ള അവസ്ഥയിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ഞാൻ പാസ്റ്ററെ വിളിച്ചിട്ടും പാസ്റ്റർ വന്നില്ല. അവസാനം ഞാൻ കരഞ്ഞു, പാസ്റ്ററെ വിളിച്ചു. അപ്പം പാസ്റ്റർ വന്നു. അപ്പോൾ ഇത് അടയ്ക്കേണ്ട ദിവസമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ പിള്ളേരെ എങ്ങനെയോ 3 ലക്ഷം രൂപ ആരോടൊക്കെയോ കടം 2 പെൺമക്കളാണ് എനിക്കുള്ളത്. 2 പെൺപിള്ളേരാണ് എനിക്കുള്ളത്. അവരെ 2 പേരെയും വിവാഹം കഴിച്ച് വിട്ടു. അവർ എങ്ങനെയൊക്കെയോ 3 ലക്ഷം രൂപ പിള്ളേർ കടം വാങ്ങിച്ച് അടച്ചു. അത് കഴിഞ്ഞ് ലേലം ഒന്നും ഒതുക്കി നിർത്തി. അപ്പം ബാങ്കുകാർ ഞാൻ രോഗിയായതുകൊണ്ട് 1 മാസം കൂടെ അവർ ഒരു മാസം കൂടെ അവധി നീട്ടി തന്നു. ആ സാഹചര്യത്തിൽ പാസ്റ്റർ ഇവിടെ വരികയും വീഡിയോ പിടിക്കുകയും ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അനേകർ കണ്ട് അനേകർ എന്നെ സഹായിച്ചു. പല രാജ്യങ്ങളിലിരുന്ന അനേകർ എന്നെ സഹായിച്ചു. ആ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാവുന്നു. ആരും ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് തിരികെ ലഭിക്കുകയില്ലായിരുന്നു. ഞങ്ങൾ ഞങ്ങൾ 2 പേരും വീട് പണിതപ്പോൾ രോഗികളായി തീർന്നത് കൊണ്ട് ഞങ്ങൾക്ക് തുടർന്നുള്ള പണി ചെയ്യാൻ സാധിച്ചില്ല. ഈ തറയിൽ ഞങ്ങൾ കറുത്ത പ്ലാസ്റ്റിക് വാങ്ങിച്ച് വിരിച്ചാണ് ഞങ്ങൾ 2 പേരും ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആ പൂഴിക്കകത്തും ഞങ്ങൾ പൊടിക്കകത്തുമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ആ സാഹചര്യം ഒട്ടും പറ്റാത്തതായിരുന്നു. എന്നാൽ പലരുടെ സഹായത്താൽ പലരും ഞങ്ങളെ സഹായിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ആ വീട് ബാങ്കുകാർ അത് ഒഴിവാക്കി തന്നു, ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തന്നു. ഇനി വീണ്ടും പണം അടയ്ക്കാനുണ്ട്. എന്നാലും ആ കുടിശ്ശിക തീർത്ത് വീട് ഞങ്ങൾക്ക് തുറന്നു തരാനിടയായി. ശേഷിച്ച് അത് പലരുടെ സഹായത്താൽ ഈ ഒരു റൂമും അടുക്കളയും ഞങ്ങൾക്ക് അതിനെ ടൈലിടാനും സഹായിച്ചു. അത് എന്നെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഞാൻ കടപ്പാടുള്ളവളായിരിക്കുന്നു. നിങ്ങൾ അത് എനിക്ക് വേണ്ടി ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഈ വീട്ടിൽ കയറുവാനോ ഞങ്ങൾക്ക് ഈ വീട് തിരിച്ചെടുക്കാനോ സാധിക്കുകയില്ല. ഞാൻ ഒരു പെന്തക്കോസ് വിശ്വാസിയാണ്. പലരും എന്നെ നിന്ദിക്കാനിടയായി. ഈ വിശ്വാസം കൊണ്ട് ബൈബിളും കൊണ്ട് എന്നും പ്രാർത്ഥനയ്ക്ക് നടന്നിട്ട് ഇങ്ങനെയാണല്ലോ സംഭവിച്ച് എന്ന് പലരും നിന്ദിച്ചു. ഞാൻ വളരെ ഹൃദയഭാരമുള്ളവളായി ദൈവസന്നിധിയിൽ ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. എന്നാൽ എന്നെ സഹായിച്ച, എൻ്റെ കണ്ണുനീര് കണ്ട് എന്നെ സഹായിച്ച എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. 3,93,177 രൂപ ലഭിക്കാനിടയായി. ഇത്രയും എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ആൻറ്റിയുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. ഇനി ആൻറ്റിക്ക് ക്യാൻസറിൻ്റെ തുടർന്നുള്ള ചികിത്സ, സ്കാനിങ് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ തന്നെ ഇനി ഈ വീടിൻ്റെ മാസം 10,000 രൂപ ഇനിയിപ്പോൾ വീണ്ടും അത് അടയ്ക്കേണ്ടതുണ്ട്. അത് കുഞ്ഞുങ്ങൾ അടയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ മാത്രമേ അവരുടെ സ്വന്തം എന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഇപ്പോഴും ഏകദേശം 5 ലക്ഷം രൂപയോളം, 5 ലക്ഷത്തിൽ പരം രൂപ ഈ വീടിന് കടമുണ്ട് നിലവിൽ ബാങ്കിൽ. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അങ്ങനെയാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.